നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കടബാധ്യതകൾ ഇല്ലാതാക്കാനും ജീവിതത്തിൽ നമ്മൾക്ക് കടം വരാതിരിക്കാനുമുള്ള ഒരു നല്ലൊരു ഉപായത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടബാധ്യതകൾ ഒരു അവിഭാജ്യ ഘടകമാണല്ലേ. അതുകൊണ്ട് തന്നെ കടബാധ്യതകൾ ഇല്ലാതാകാനും വീട്ടിൽ കടം വരാതിരിക്കാനുള്ള നല്ലൊരു ഉപായത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഉപ്പ്, അതായത് കല്ലുപ്പ്. ഏതൊരു വീട്ടിലാണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ ഈ ഉപ്പ് തീരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മുടെ പാത്രങ്ങൾ കാലിയായിട്ട് ഇരിക്കാനുള്ളൊരവസ്ഥ വരുത്തരുത്. നമ്മുടെ തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഉപ്പ് മേടിച്ച് വെക്കേണ്ടത് അത്രയും അത്യാവശ്യമാണ്. ഭക്ഷണത്തിലെ രുചിക്ക് മാത്രം ഉപയോഗിക്കുന്നത് മാത്രമല്ല ഉപ്പ്, ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ആത്മീയപരമായിട്ടും ജ്യോതിഷപരമായിട്ടൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വസ്തുവാണ് നമ്മുടെ വീട്ടിലെ ഉപ്പ്. നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിവുള്ള ഈ ഒരു വസ്തുവാണ് ഉപ്പെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുവിധം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ണീർ ദോഷം, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കണ്ണീറും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ധനവരവ്, നമ്മുടെ കയ്യിൽ പൈസ നിൽക്കാതിരിക്കുന്നൊരവസ്ഥ, അനാവശ്യ ചിലവ്, കടങ്ങൾ ഇല്ലാതാകാൻ തുടങ്ങിയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരം തേടാൻ വളരെ എളുപ്പത്തിൽ ഒരു ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടം ബാധ്യതകൾ ഒരു അവിഭാജ്യ ഘടകമാണല്ലേ. കാരണം ചെറിയ തോതിലെങ്കിലും പണം കടം വാങ്ങാതെ ജീവിതം കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലതരത്തിലുള്ള കടബാധ്യതകൾ നമ്മളെ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്ന് നിർത്താറുണ്ട്. ചിലർക്കാണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും കടബാധ്യതകൾ. എത്ര ശ്രമിച്ചാലും കടബാധ്യതകൾ പെരുകുന്നതല്ലാതെ യാതൊരു കുറവും ഉണ്ടാകാറില്ല. അങ്ങനെ ചില വ്യക്തികൾ ധാരാളം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കടബാധ്യതകൾക്ക് ശാശ്വതമായ പരിഹാരം ലളിതമായ രീതിയിലൂടെ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പലതരത്തിലുള്ള പരിഹാരങ്ങൾക്ക് ഫലം ലഭിക്കാതെ പോയവർ തീർച്ചയായും ഈ പരിഹാരം ഒന്ന് ചെയ്തു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. നമ്മളിത് ചെയ്യുന്നത് വീട്ടിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വീട്ടിൽ ചെയ്യുന്നതിന് ശേഷം കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. അത്രയും ചെയ്താൽ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ചെറിയ കാര്യങ്ങളാണ്, നല്ല വൃത്തിയായിട്ടും നല്ല മനസ്സോടെ നല്ല രീതിയിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ എത്രമാത്രം ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ, ഈ ഒരൊറ്റ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് മാറിക്കിട്ടും. ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം. ഇതിനായിട്ട് നിങ്ങൾ ഒരു ചെറിയ ഒരു മൺകല എടുക്കുക കേട്ടോ. അതായത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയായിട്ടുള്ള മൺകുടം. അതല്ല നിങ്ങളുടെ കയ്യിൽ പുത്തൻ മൺകുടം ഇല്ലെങ്കിൽ, നമ്മളധികം പാചകങ്ങളൊന്നും ചെയ്യാത്ത നല്ലൊരു കുടമാണ് വീട്ടിലുള്ളെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ കഴുകി നല്ല വൃത്തിയായിട്ടെടുക്കാം. ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ബുധനാഴ്ച ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ബുധനാഴ്ച നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കഴുകി വൃത്തിയായിട്ടുള്ള മൺകുടത്തിൽ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കല്ലുപ്പുണ്ടല്ലോ, സാധാ പൊടിയുപ്പല്ല, കല്ലുപ്പ് എടുക്കുക. കല്ലുപ്പ് നിറച്ച് വെക്കുക. ആ ഉപ്പ് പൊടിയുപ്പ് പറ്റില്ല, കാരണം പൊടിയുപ്പിൽ ധാരാളം കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്ലുപ്പിലാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലുപ്പ് തന്നെ എടുക്കാൻ നോക്കുക. മറ്റുള്ള ഉപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഫലം ലഭിക്കില്ല. കല്ലുപ്പ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കല്ലുപ്പ് തന്നെ വേണം. കാരണം പൊടിയുപ്പിൽ ധാരാളം മായം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കുക. കാരണം കല്ലുപ്പ് വളരെ പവിത്രമായ ഒരു വസ്തുവാണ്. അതിനാൽ വെറുതെ എങ്കിലും നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഇത് വാങ്ങി വെക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾ മൺകുടത്തിൽ കല്ലുപ്പ് നിറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 5 രൂപ തൊട്ട് നാണയം താഴ്ത്തി വെക്കുക കേട്ടോ. അതും ആരും കാണാതെ, ഇത് ആരോടും പറയാതെ വേണം ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ സകല കടബാധ്യതകളും തീർക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും മാർഗം കാണിച്ചു തരണമേ എന്ന് അപേക്ഷിക്കണം. ഇത് തുടർച്ചയായി 18 ബുധനാഴ്ചകളിലാണ് ചെയ്യേണ്ടത്. ഇതിനുശേഷം 18 നാണയങ്ങളും ഒരു മഞ്ഞ തുണിയിൽ കെട്ടിവെച്ച് പൂജാമുറിയിൽ സൂക്ഷിക്കുക. പിന്നീട് നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ ഇടുക. ഇത് തുടർച്ചയായി ചെയ്തു വന്നാൽ നിങ്ങളുടെ വീട്ടിലെ സകല കട പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഇത് വിശ്വാസത്തോടെ ചെയ്താൽ വീട്ടിലെ സകല പ്രശ്നങ്ങളും മാറുകയും ഐശ്വര്യം വരികയും ചെയ്യും. കല്ലുപ്പ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ്. അതിൽ നാണയം വെച്ചാൽ ഐശ്വര്യവും സമ്പത്തും വീട്ടിൽ വരുമെന്നാണ് വിശ്വാസം. ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഈ വിധി പാലിക്കുന്നവർക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ 5 രൂപ തൊട്ട് നമ്മൾ ഈ ഒരു കലത്തിൽ 18 പ്രാവശ്യമായിട്ട് വേണം. ഓരോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ വെച്ച് 5 രൂപ തൊട്ടുകൾ വെച്ച് 18 പ്രാവശ്യം വെച്ചതിന് ശേഷം നമ്മൾ കുടുംബക്ഷേത്രത്തിൽ കൊടുക്കേണ്ടത്. മഞ്ഞ
പട്ടിൽ പൊതിഞ്ഞ് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതായത് ഈ കലത്തിൽ 18 5 രൂപ നാണയങ്ങളാവുന്നത് വരെ നമ്മൾ ചെയ്യണം. ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും അശുദ്ധിയുടെ പീരീഡ്സ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് അശുദ്ധിയുടെ വന്നാൽ അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസം തന്നെ നമ്മൾ അത് കണ്ടിന്യൂസ് ചെയ്ത് ആ 18 ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് മഞ്ഞപ്പെട്ടിൽ പൊതിഞ്ഞിട്ട് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി വഴിപാട് ചെയ്യുക. നമ്മുടെ സകല കടബാധ്യതകളും മാറി നമുക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.